ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മളിന്ന് മോഹത്തെ ബ്യൂട്ടി ടിപ്പൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളിർപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാർക്കൂന്തലിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് അടിപൊളി കമൻറ്റുകൾ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുടി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നിരന്തരമായിട്ട് നമുക്കിങ്ങനെ കമൻ്റ് അയക്കും കേട്ടോ. അത് ഈ മുടിയില്ലാത്തവർ നമ്മൾ മുടിയുടെ ടിപ്പൊക്കെ ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ജീവിച്ച് പോയിക്കോട്ടെ സുഹൃത്തുക്കളെ. മുടിയില്ലാത്തവർ മുടി കിളിർപ്പിക്കാനൊക്കെ നോക്കുന്നവരെ ഇങ്ങനെയൊക്കെ ഓരോ കിടുക്കാച്ചി ഐറ്റങ്ങളും കൊണ്ട് വരുമ്പം നിങ്ങളൊന്നും ഞങ്ങളെ ഒന്നും വഴക്കൊന്നും പറയരുത്. ഞങ്ങൾക്ക് മുടിയൊക്കെ ഒന്ന് കിളർത്തും ഒക്കെ കാണിക്കണ്ടേ. ഞങ്ങൾക്കും ഒരു സമാധാനം വരും. മുടി കിളിർത്ത് വരുമ്പോൾ ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. അപ്പോഴാരും ഒന്നും പറയല്ലേ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മുടി കിളിർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാദ്യം മുടിയൊന്ന് കട്ട് ചെയ്തു, പിന്നെ നമ്മൾ വളർത്തി, അത് കഴിഞ്ഞ് രണ്ടാമതും നമ്മൾ മുടി വെട്ടിയിട്ട് ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇച്ചിരിയൊക്കെ ആയി, ഒരു സമാധാനത്തിനൊക്കെ ഒരു ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അങ്ങ് ഒരുപാട് നമ്മൾ തറ കിടന്ന് എഴയും. എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ കൂട്ടം അമ്മയുടെ മുടി ചുമ്മാ ഒരു ദിവസം ഞാൻ ചോദിച്ചു അവനോട്, മോനെ അമ്മയുടെ മുടി കിളിച്ചോടാ. അപ്പോൾ ചുമ്മാ ഇവൻ പെട്ടെന്ന് എന്നോട് പറയുന്നത്, ഇതേ എന്നെ കിടക്കുന്നത് നോക്കാം. ഞാൻ വലിയ ഉയരത്തെ നമ്മൾ നോക്കും, അമ്മയുടെ മുടിയാണ് കിടക്കുന്നത്. ഞാനിഞ്ഞ് ഹാളിൽ അടുത്ത് വന്നു. അപ്പോൾ വിളക്കുമുറി അങ്ങ് അതിനപ്പുറത്താണ്. അപ്പോൾ ചുമ്മാ തമാശയ്ക്ക് എന്നെ കളിയാക്കിയത്, എൻ്റെ മോൻ കളിയാക്കിയത് അതും. അവൻ നമ്മൾക്കിട്ടൊരു പാര എന്നപ്പോൾ നമുക്ക് അവനിട്ടൊരു പാര കൊടുക്കണമല്ലോ, കിളിർപ്പിച്ച് കാണിക്കണമല്ലോ, ഇത്തിരിയെങ്കിലും ഒരു പിഞ്ചെങ്കിലും ഒന്ന് കിളിർപ്പിച്ച് കാണിക്കണം അവനെ കേട്ടോ. അപ്പോഴങ്ങനെ മത്സരിച്ച് ഞങ്ങളിവിടെ മുടി വളർത്തുകയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളിർപ്പിക്കാനുള്ള അടിപൊളി കിടുക്കാച്ചി എന്നെ പോലെ മൊട്ടച്ചികൾക്ക് ഞാനിന്ന് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു തന്ന ചേച്ചിക്ക് നല്ല മുടി കേട്ടോ. അടിപൊളി മുടിയും നല്ല മൂടുണ്ടല്ലോ. മൂടെന്ന് വെച്ചാൽ നല്ല കനമുണ്ട്, നല്ല ഇതായിട്ട് കേട്ടോ. ഇത്രയൊക്കെ കാണും, ഏകദേശം ഇത്രയൊക്കെ പിടിച്ചാൽ കാണും ചേച്ചിയുടെ മുടി. എൻ്റെ പൊന്നെ. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നതാ, മോളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നിനക്കും കിട്ടും. അപ്പോഴവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല മുടിയുണ്ടായിരുന്നു ചേച്ചി കേട്ടോ. അപ്പോൾ ഞാനും അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെയ്തു വെച്ചു, നമുക്ക് ആഴ്ചയിലൊക്കെ ഒന്ന് ചെയ്യാം അല്ലേ ഇങ്ങനെ. അപ്പോൾ ഞാൻ അന്ന് എന്താണെന്ന് പറഞ്ഞു തരാം. രണ്ട് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ സവാള ഉണ്ടല്ലോ, സവാള നീരും നമ്മൾ ഏതെണ്ണ നമ്മൾ പച്ച വെളിച്ചെണ്ണ എന്നൊക്കെ പറയും, വെറുതെ എണ്ണ കാച്ചാത്ത വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ നമ്മൾ ഏത് എണ്ണയാണ് നിരന്തരമായിട്ട് മുടിയിൽ തേക്കുന്നത്, അപ്പോൾ ആ എണ്ണയും ഈ സവാള നീരും കൂടെ ഡബിൾ ബോയിൽ ചെയ്യണം. നമ്മൾ വെള്ളത്തിനകത്ത് വെച്ചൊന്ന് ചൂടാക്കി ഒരു ഇളം ചൂടോടെ തന്നെ നമ്മുടെ ആ തലയൊട്ടിയെന്ന് മലയാളത്തിൽ പറയും, സ്കാൽപ്പിൽ നമ്മളങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോഴല്ലേ സ്കാൽപ്പ് എന്നൊക്കെ പറയാം, നമ്മൾ പണ്ടൊക്കെ തലയൊട്ടിയെന്നൊക്കെ തലമണ്ടയിൽ തലയൊട്ടിയെന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേ ആ സവാളയുടെ നീരും നമ്മൾ തേക്കുന്ന, ഇതിപ്പം നമ്മൾ കറ്റാർവാഴയും വെളിച്ചെണ്ണയും മാത്രം ഇട്ട് ഞാൻ കാച്ചിയെടുത്തത്, ഇതാണ് ഞങ്ങളിപ്പം തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരേ അളവിന് എടുക്കണം കേട്ടോ. 1 സ്പൂണ് എണ്ണയും 1 സ്പൂണ് സവാള നീരും, 2 അങ്ങനെ കറക്റ്റ് അളവിൽ നമ്മളെടുത്ത് ഇത് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ ആ ചെറു ചൂടോടെ നമ്മൾ ഇവിടെ തലയൊട്ടിയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴെന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യത്യാസം കിട്ടും. സത്യം അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരത്തില്ല. ആ ചേച്ചി അങ്ങനെ ചെയ്യുന്നത് കൊണ്ടില്ല ചേച്ചിക്ക് ഇത്രയും മുടി, ഒരു അടിപൊളി മുടിയാണ് ഉണ്ട് താനും, നല്ല കനമുണ്ട്. ഞാൻ തന്നെ പതിവിട്ടു, ഭഗവാനെ പോകല്ലേ, ഇതെങ്ങാണം കണ്ടിട്ട് ചേച്ചിയുടെ ഒരു മുടി പോയാൽ മതി, എന്നെ പ്രാഗിക്കൊല്ലും. ഇന്നത്തെ വീഡിയോ ഒന്നും ചേച്ചി കാണാതിരുന്നാൽ മതി കേട്ടോ. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബർ ചേച്ചിയാണത്. അപ്പോൾ നമുക്കത് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെ ഇത് തൊടുന്നത്, അപ്പോഴും അതൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറു ചൂടുകൊണ്ട്. അപ്പോൾ ഈ സവാളയുടെ ആയിരിക്കും ഇത് ചൂടാക്കിയപ്പോൾ മേളിലൊരു പത പോലൊക്കെ വന്ന് കിടക്കുന്ന കേട്ടോ. ഒരു പതമാതിരി മണമെന്ന് വെച്ചാൽ
സവാള നീര് അറിയാമല്ലോ, തലയിൽ തേച്ചാൽ ഒരു മണമൊക്കെ വരും. പക്ഷേ ഇത് രണ്ടും കൂടെ എന്തായാലും എനിക്ക് മുടി കാർപ്പൂന്തൽ കിളർപ്പിച്ചേ ഒക്കത്തുള്ളൂ. എങ്ങനെ ഏത് വിധേനയും ഞാൻ കാർപ്പൂന്തൽ കിളർപ്പിക്കും. അപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. നിങ്ങൾ ആ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ മുടിയുടെ അന്നത്തെ ആ ഒരിതും ഇപ്പോഴത്തെ ആ ഒരു ഇതും ഇച്ചിരി കറുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വളർന്നു ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ മുടി മുറിച്ചിട്ടേ കേട്ടോ, മുടി കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നല്ല എൻ്റെ പറച്ചിലേട്ടാ നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ അങ്ങ് ഒരുപാട് മുടിയാണൊക്കെ കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും ഇച്ചിരിയൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട്. മുടി പൊഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്തപ്പം കേട്ടോ. അപ്പോഴിടയ്ക്കൊക്കെ മുട്ട പുൾസ് ചെയ്ത് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം തലമുടിയിലെ എണ്ണ കുറച്ചേ തേച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ ഒരിച്ചിരി എണ്ണ രാവിലെ നമ്മൾ തേച്ച് ഒന്ന് ഉടായിപ്പിലെ മുടിയൊക്കെ വാരി പിടിച്ച് നമ്മൾ കെട്ടുമല്ലോ കേട്ടോ, ഒന്ന് തൂത്തിട്ടോ. അങ്ങനെ ചെയ്തേക്കും. ഇതിനകത്ത് നമുക്ക് എണ്ണയുണ്ട്, നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ കുപ്പിയിലോട്ടാണ് എനിക്കല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. ഞാനിപ്പോൾ എന്താ ചെയ്യാലും എൻ്റെ ചെറു ചൂടുണ്ട് കേട്ടോ, ആ ഒരു ചൂടോടെ വേണം നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറു ചൂട് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ചെറു ആറിയതല്ല, ചെറു ചൂടോടെ. സത്യം പറഞ്ഞാൽ ഞാനും കരഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 2 സവാള നീരെടുത്തു, എന്നാലേ എനിക്കത് നീര് കിട്ടിയുള്ളൂ കേട്ടോ. ചെറിയ സവാളകളായിരുന്നു. അപ്പോഴേ ഞാൻ 2 എണ്ണത്തിൻ്റെ എടുത്തു കേട്ടോ. ഇപ്പോൾ ഒരു 2 സ്പൂൺ കാണും വെളിച്ചെണ്ണ 2 നമ്മുടെ ആ സവാളയുടെ നീരും 2 സ്പൂൺ കാണും. ഇതിങ്ങനെ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ മുട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ തേക്കുമ്പോഴേ ഞാനിങ്ങനെ ആ കുപ്പിക്കകത്തായിരുന്നു തേക്കുന്നത്. ബാക്കിലോട്ട് നമുക്ക് പാടാം, അന്നേരം നമുക്ക് കുപ്പി എടുക്കാം കേട്ടോ. അപ്പോഴെന്നെ പോലെ മുടിയില്ലാത്തവർ, മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെയ്ത് കേട്ടോ. ഇപ്പോൾ 2-3 ആഴ്ചയായി എനിക്ക് പറഞ്ഞു തന്നിട്ട് ചേച്ചി ഒരു പ്രാവശ്യം ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ. അന്നേരം ഞാൻ വിചാരിച്ചു അപ്പോഴെന്നാൽ നിങ്ങൾക്കൂടെ ചിലപ്പം ചിലവർ ചെയ്യുന്നവർ കാണും, ചേച്ചിമാരൊക്കെ ചെയ്യുന്നവർ കാണും കേട്ടോ. ഈ പറയുന്ന എനിക്ക് ദിവസം നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചിമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് നമ്മുടെ മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ മുടി ഫുള്ള് പോയിരുന്നു. ഇതേ ഇങ്ങനെ കിളിർത്ത് വരുന്നു. അപ്പോഴും നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരിയൊക്കെ ഒരു മറ്റേ ഉണ്ടല്ലോ ബാത്റൂമിൽ എൻ്റെ മുടിയും കൊച്ചിൻ്റെ മുടിയും എങ്ങനെയാണോ പൊഴിയുന്നത് എനിക്കറിയത്തില്ല. കൊച്ചിൻ്റെ മുടിയും ഫുള്ള് പൊഴിഞ്ഞു. നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല, എല്ലാവർക്കും ഇങ്ങനെ, എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ. ചിലർ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ചില സമയത്ത്, ചില പ്രഗ്നൻ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലർക്ക് നന്നായിട്ട് മുടി കിളിക്കും. ചിലർക്ക് ആ സമയത്ത് പൊഴിയുന്നവരുണ്ട്. ബാക്കിലോട്ട് നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് ബാക്കിലോട്ട് ഇടാനൊക്കെ. ഞാൻ പറയുന്നത് കഴിവത് എണ്ണ തേക്കാതെ നടക്കുന്നത് നല്ലത്. മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞു പിന്നെ മുടിയിലെങ്ങും ഒന്നുമില്ല കേട്ടോ. മുടിയെന്ന് വെച്ചാൽ അങ്ങ് അപ്പോഴേ ഇല്ലാന്ന് തോന്നും നമുക്ക്. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ, നമ്മുടെ ചെറു ചൂടുണ്ട്. അപ്പോഴങ്ങനെ ചെയ്തോളൂ എല്ലാവരും കേട്ടോ. ആറിയിട്ടല്ല, ചെറു ചൂടോടെ നമ്മൾ വലിയ പാടൊന്നുമില്ലല്ലോ. നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് സവാള നീരും എടുത്ത് ചെയ്താൽ എന്തായാലും നമുക്ക് നോക്കാം. മുടിക്ക് ഉള്ളു വരാനും ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മുടിക്ക് ഉള്ളു വരാനും മുടി കൊഴിച്ചിലൊക്കെ ഒത്തിരിയൊക്കെ പോകുന്നു കേട്ടോ. ആഴ്ച ചെയ്താൽ മതി നമുക്കിങ്ങനൊക്കെ അല്ലേ.
എന്നും ചെയ്യണ്ട, ആഴ്ച ചെയ്താൽ മതി. ഒരു മണിക്കൂർ നിൽക്കാവുന്നവർ നിന്നോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് എന്തായാലും കുളിക്കുന്നുള്ളൂ. അതുവരെ നമ്മുടെ മുടിയിൽ ഇരിക്കട്ടെ. പിന്നെ ചിലർക്കൊക്കെ ഉണ്ടോ, ചിലർക്കൊക്കെ ഈ പറ്റാത്തവർ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്താ വേഗം പോയി കുളിച്ച് ഒരു 10-20 മിനിറ്റൊക്കെ നിന്നാൽ മതി കേട്ടോ. നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു എനിക്ക് മുടി, ഇത്രയൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് ആ ചുറ്റലിനകത്ത് ഇപ്പോൾ ഒരു മൂന്ന് ചുറ്റൊക്കെ ആയി വന്നു. നേരത്തെ അത്രയൊന്നും മുടി മുറിച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ചുറ്റലിനൊക്കത്തില്ലായിരുന്നു. 3 ചുറ്റൊക്കെ ആയി. നമ്മളിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും മുടി കിളിർത്തോ ഇല്ലയെന്ന്. അപ്പോൾ 3 ചുറ്റായി. എനിക്ക് നേരത്തെ അത്ര ഇല്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് കണ്ടുപിടിച്ചത് എൻ്റെ മുടി കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോഴെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. എന്നെ പോലെ മുടിയില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കണ്ട മുടിയിൽ എണ്ണ ഇതൊക്കെ ഒഴിച്ചപ്പം കണ്ട ഒട്ടും മുടിയേ. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് മുടിയിൽ എണ്ണ ഒഴിക്കുകയേ വേണ്ടത് കേട്ടോ. വലിച്ച് നീട്ടിയാൽ നീളവും ഉണ്ട്, അല്ലാത്ത സമയത്ത് നീളവും ഇല്ല. എന്ത് ചെയ്യാം, കല്ല് വല്ലം കെട്ടിയിട്ടേ ഒക്കത്തുള്ളൂ. ഇങ്ങനെ നീളമുണ്ട് കേട്ടോ, ഇത്രയും നീളമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇത് ചുരുണ്ട് വേളിമാണിയുടെ ഇല്ല മുടിയുടെ കൂട്ട് അത് ഭയങ്കര എങ്ങനെ ചീവി എടുക്കുമെന്നൊക്കെ ഞാൻ ചില സമയത്ത് നമ്മൾ വിചാരിക്കല്ലേ. ഇതൊന്നും കുഴപ്പമില്ല. മുടി കൊഴിച്ചിൽ ഭയങ്കരമാണ്. ഇതിനൊന്ന് കൊത്തി എൻ്റെ ഇതിനകത്തെ അപ്പോഴുണ്ടാ ഒരു ചിത്രശലഭം നമ്മുടെ ഈ പായ്ക്ക് അടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഒരു വെള്ള ചിത്രശലഭം. അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നത്, എപ്പം വീഡിയോ എടുത്താലും അവൾ ഇതിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ 3 ചുറ്റ് നമുക്ക് ഇപ്പം ചുറ്റാം. വലിയ മൂടൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം 3 ചുറ്റാവുന്നത് കണ്ടോ. ഇപ്പോഴേ ഇനി എന്തായാലും തേച്ചതല്ലേ 1 മണിക്കൂറൊക്കെ നിന്നിട്ടേ ഇനി കുളിക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ തേച്ചതിനൊരു പ്രയോജനം വേണമല്ലോ. പെട്ടെന്നങ്ങ് കഴുകി കളഞ്ഞാലും അതിനൊരു പ്രയോജനമൊന്നും കിട്ടത്തില്ല. അപ്പോഴും നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നമുക്ക് പരീക്ഷിക്കാം കേട്ടോ, പരീക്ഷിക്കാം. മുടി എത്രമാത്രം വളരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് കഞ്ഞിവെള്ളം തേക്കും, മുട്ടയുടെ വെള്ള തേക്കും, അതൊക്കെ ഉള്ളൂ. അത്ര ഒന്നും ഓർക്കുന്നില്ല. പിന്നെ ഉലുവായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഒത്തിരി ഒന്നും വളർന്നില്ലേലും ഇത്തിരി ഒരു മൂടൊക്കെ മതി നമുക്കല്ലേ. ഒത്തിരി അങ്ങ് വളർന്ന് തറയെ കടന്ന് ഇഴഞ്ഞില്ലേലും ആരെങ്കിലും ഒന്ന് നോക്കുമ്പോൾ മൊട്ടച്ചിയെന്ന് പറയരുതെന്നേ ഉള്ളൂ. സത്യമല്ലേ, സംക്രമത്തില്ലേ. എൻ്റെ രണ്ടാമത്തെ രണ്ടാമത് ഞാൻ ഇന്നാളൊക്കെ കാച്ചിയതാട്ടോ. നമ്മുടെ കറ്റാർ വാഴയും പിന്നെന്താ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നോന്ന് ഓർമ്മയില്ല. അപ്പോഴതും അത് 3 കൂടാണെന്ന് തോന്നുന്നു കേട്ടോ കാച്ചിയത്. അപ്പോഴും നിങ്ങളൊക്കെ ഇങ്ങനെ കാച്ചി ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ അങ്ങനെ ഞങ്ങൾ പച്ച വെളിച്ചെണ്ണ മാത്രമായിരുന്നു തേക്കുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ മുടിയെല്ലാം അങ്ങ് പോകുന്നത് കൊണ്ട് പിന്നെ ഇപ്പം കാച്ചി തേക്കാൻ തുടങ്ങിയത്. എല്ലാം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തേക്കണമെന്നാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ എണ്ണ തേപ്പും കുളിയൊന്നും കാണിച്ചില്ല, എണ്ണ തേപ്പൊക്കെ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കിട്ടുമായിരിക്കും കേട്ടോ. എന്നെപ്പോലെ മുടിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊരു താന്ത്രിക വിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇത്തിരിയും കൂടി ഇരിക്കും. അത് നമ്മുടെ ആ സവാളയുടെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ചൂടാക്കി വരുമ്പോൾ കളയണ്ട, നമുക്ക് അകത്തേക്ക്. അത് ഇനി വെളിച്ചെണ്ണയുടെയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഉള്ളത് കളയണ്ട. കൊള്ളാം. ആരും കാണുന്നില്ലല്ലോ. സരസ്വനെ ഇട്ട് കഥയിൽ കുറ്റിയിട്ട് അടച്ചേക്കും. അല്ലെങ്കിൽ സരസ്വ ഇടയ്ക്ക് വന്ന് ഞാൻ ഇവിടെ അടുക്കള വാതിക്കലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വന്ന് സരസ്വ ചോദിക്കും, നീ ആരോടാ വർത്താനം പറയുന്നത്? ഈ സംഭവം ഇരിക്കുന്നതാണെന്ന് സരസ്വന് മനസ്സിലാവും. അവൾ യൂട്യൂബിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇല്ല, ഒരുപാട് വലിയ സ്മെല്ലൊന്നുമില്ല. നമ്മുടെ ആ സവാള മാത്രമാകുമ്പോൾ ഒരു
ചെറിയ സ്മെല്ലുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ആകുമ്പം വേറൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കൂട്ട് മണപ്പിച്ചും തലേ തൊപ്പിയൊക്കെ വെച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കിടുക്കാച്ചി അടിപൊളി മാന്ത്രിക താന്ത്രിക വിദ്യകൾ കേട്ടോ. ഞാൻ പോവാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് നാളെ കിടുക്കാഴ്ച ഐറ്റമായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ.